തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗത്ത് അതീവ സുരക്ഷയുള്ള സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് ചന്ദനമരം മുറിച്ചു കടത്തിയിട്ടും അധികൃതർക്ക് അനക്കമില്ല. തിരുവനന്തപുരം വഴുതക്കാട് അന്ധവിദ്യാലയ പരിസരത്തെ ചന്ദനമരം മുറിച്ചുമാറ്റിയ സംഭവത്തിൽ വനം വകുപ്പ് കേസെടുത്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും അധികൃതർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകാത്തത് വൻ ദുരൂഹതയായി മാറുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ചന്ദനമരം ഇവിടെ നിന്ന് മുറിച്ചു മാറ്റിയത്. ജനം ബ്രേക്കിംഗ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, അടിച്ചുകൊണ്ട് എന്തായാലും പോയി, അതിന് പിന്നാലെ പോകണ്ടെന്ന് വനം വകുപ്പ് അങ്ങ് തീരുമാനിച്ചതുപോലെയാണോ? ഇനി ആർക്കൊക്കെ, പ്രത്യേകിച്ച് ഒരു സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി നിന്ന സ്ഥലത്ത് നിന്നാണ് ഇത്തരത്തിൽ ചന്ദനമരം മുറിച്ചു കടത്തിയിരിക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായി ഉദ്യോഗസ്ഥർക്കടക്കം ഇക്കാര്യത്തിൽ പങ്കുണ്ടാകും. പ്രജിത്ത്, തീർച്ചയായും അത് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാഴ്ച പരിമിതരുടെ സ്കൂളാണ് വഴുതക്കാട്ടെ സർക്കാർ സ്കൂൾ. ഈ സർക്കാർ സ്കൂൾ പരിസരത്ത് നിന്നാണ് ചന്ദനമരം മോഷണം പോകുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 24-ാം തീയതിയാണ് സ്കൂൾ പരിസരത്ത് നിന്നും ചന്ദനമരം മോഷണം പോകുന്നത്. തുടർന്ന് ഇതിൽ വനം വകുപ്പ് ഇടപെട്ട് പരാതി സ്വീകരിക്കുക മാത്രമാണ് നിലവിൽ ചെയ്തിട്ടുള്ളത്. തുടർന്ന് നടപടികളൊന്നും ചെയ്തിട്ടില്ല. അതായത് കേസ് രജിസ്റ്റർ ചെയ്തത് മാത്രമാണ് നടത്തിയിട്ടുള്ളത്. അതിനുശേഷം തുടർന്ന് യാതൊരുവിധ നടപടികളും വനംവകുപ്പിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയവും എടുത്തു പറയേണ്ടതും. ആദ്യം തന്നെ ഈ ചന്ദനമരം മുറിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കലയിൽ കടത്തിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അത് കണ്ടെത്തുന്ന അടക്കമുള്ളത് വേഗത്തിൽ കണ്ടെത്തണമെന്നടക്കമുള്ള നടപടിക്രമങ്ങളും നടത്തുന്നതാണ്. എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ ഈ സ്കൂൾ പരിസരത്ത് നിന്നും ചന്ദനമരം മോഷണം പോയതിനു ശേഷം ഒരു കേസ് രജിസ്റ്റർ ചെയ്തല്ലാതെ തുടർന്ന് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ അന്വേഷണമോ മുന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ സ്കൂൾ അധികൃതരുമായി സംസാരിക്കുകയോ മറ്റ് അത്തരത്തിലുള്ള യാതൊരുവിധ നടപടികളും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, എവിടേക്കാണ് കടത്തിക്കൊണ്ടുപോയത്, ആരാണ് കടത്തിക്കൊണ്ടുപോയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ യാതൊരുവിധ അന്വേഷണവും തുടർന്ന് നടത്തിയില്ല എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് തിരുവനന്തപുരം വഴുതക്കാടുള്ള കാഴ്ച പരിമിതരുടെ സ്കൂളിൽ നിന്നാണ് ഇത്തരത്തിൽ ചന്ദനമരം മോഷണം പോയത്. മോഷണം പോയ വിവരം സ്കൂൾ അധികൃതർക്കും അറിയില്ല എന്നാണ് അധികൃതർ പറഞ്ഞിരുന്നത്. അതായത് ഈ മോഷണം പോയി ദിവസങ്ങൾക്ക് പിന്നീട് ശേഷമാണ് സ്കൂൾ അധികൃതർ പോലും ഇത് അറിയുന്നതെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. അന്വേഷണവും അതുപോലെ തന്നെയാണ്. സ്കൂളിനെ ചുറ്റിപ്പറ്റി നടന്നതല്ലാതെ തുടർന്ന് ആ സ്കൂളിന് വെളിയിലേക്ക് അന്വേഷണം കടന്നതുമില്ല. ഇതിനാണിപ്പോൾ ദുരൂഹതയുണ്ടെന്ന് നിലവിൽ ആരോപിക്കുന്നത്. അതായത് അതീവ സുരക്ഷാ മേഖലയാണ് ഈ സ്കൂളെന്ന് പറയുന്നത്. അന്ധരായിട്ടുള്ള, അതായത് കാഴ്ച പരിമിതരായിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നതും അതോടൊപ്പം തന്നെ ഈ സ്കൂളിലുള്ളതും. അങ്ങനെയുള്ള സ്ഥലത്ത് സെക്യൂരിറ്റി സംവിധാനങ്ങളെല്ലാം ഉള്ള ഒരു സ്കൂളിലാണ് ഇത്തരത്തിൽ ചന്ദനമരം മോഷണം പോയത്. അതിനുശേഷം പരാതി ഉയർന്നെങ്കിൽ പോലും അന്വേഷണം നടന്നില്ല. സ്കൂളിൻ്റെ ഭാഗത്തുനിന്നും ഇത് തങ്ങൾക്കറിയില്ല എന്ന രീതിയിൽ കൈയൊഴിയുന്നൊരു സമീപനമാണ് സ്കൂൾ അധികൃതരും സ്വീകരിച്ചത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള സ്കൂൾ ഇത്തരം കാഴ്ച പരിമിതരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥലമാകുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ CCTV ഉണ്ടാകണം, അല്ലെങ്കിൽ ആ പരിസരത്ത് CCTV ഉണ്ടാകും എന്നൊക്കെ ആയിരിക്കും. അതും നമുക്കറിയാം, തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു ഹൃദയഭാഗം തന്നെയാണ് ഈ വഴുതക്കാട് എന്ന് പറയുന്നത് പോലും. ആ സ്ഥലത്ത് നിന്നാണ് ഇത്തരത്തിൽ ചന്ദനമരം മോഷണം പോകുന്നത്. അത് തന്നെയാണ് പ്രശാന്ത്, തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ വളരെ സുരക്ഷയുള്ളൊരു മേഖലയിൽ നിന്നാണ് ഇത്തരത്തിൽ ചന്ദനമരം മുറിച്ചു കടത്തിയത്. അപ്പോഴും അവിടെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. കുറ്റക്കാരാരാണെന്നറിയില്ല, കടത്തിക്കൊണ്ടുപോയ ചന്ദനം എവിടെയെന്നും അറിയില്ല.